എൻ്റെ എത്രയോ വർഷത്തെ ആഗ്രഹമാണ് മാഷെ ഇന്നിവിടെ നടന്നത്. ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇത്ര പെട്ടെന്ന് മാഷക്ക് സംഘടിപ്പിക്കാൻ തന്നില്ല, വളരെ സന്തോഷം. അത് തന്നെ, ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് 10-30 പേരാ ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തത്. വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ നാട്ടിലുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കുന്നത് സ്വാഭാവിക. മാഷേ, ഇത് രണ്ടും നിനക്കില്ല എന്നുള്ള സമ്മതിച്ചല്ലോ, നല്ല കാര്യം. കൊറേ കാലമായിട്ട് അടഞ്ഞു കിടന്നിരുന്ന ലൈബ്രറി വീണ്ടും തുറന്നു പ്രവർത്തിച്ചല്ലോ അല്ലേ മെമ്പറേ? ഇനിയിപ്പോ മാഷുണ്ടാവില്ലേ ഇവിടെ? അയ്യോ, കുറച്ച് കാലം ഞാനുണ്ടാവും. പിന്നെ നിങ്ങൾ ആരെങ്കിലും നോക്കണം, ഓരോരോ തിരക്കല്ല, അതുകൊണ്ട് കേട്ടോ. മാഷ് ഇതൊക്കെ ഒന്ന് ഓർഡർ ആക്കി കൊടുത്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഇവരായിക്കോളൂ. എന്നാ ഞാൻ വരട്ടെ മാഷേ. മീറ്റിംഗ് കഴിഞ്ഞോ? ഇല്ല, തമ്പ്രാക്കന്മാർ എന്നുള്ളത് കാത്തിരിക്ക. ഏടിയേനു ഇത്രയും നേരം? റഷ്യൻ പ്രസിഡന്റായിട്ട് ഒരു ആണവ കരാറിനെ പറ്റി ചർച്ചയുണ്ട്. അത് കഴിയുമ്പോഴത്തെ കുറച്ച് ലേറ്റായി. പിന്നെ വിചാരിച്ച പോലെ വിമാനം കിട്ടണ്ടേ? മാഷു മെമ്പർ ഉണ്ടാകത്ത് രണ്ടാളും അകത്തുണ്ട്, പിന്നെ ഞങ്ങളെ വാലും ഉണ്ട് അകത്ത്. പിന്നെ 2 ദിവസം മുന്നേ ബാങ്കിൽ പോയി പലിശ അടച്ചെന്റെ പൈസ ഇന്ന് തരാന്നാ പറഞ്ഞ, ഓർമ്മയുണ്ടല്ലോ? ഞാൻ ഇത് എന്താന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, വേറൊന്നും കൊണ്ടല്ല, അത് പറഞ്ഞ പിന്നെ പൈസ കിട്ടണ്ടാവും, അതുകൊണ്ടാ. കാമസൂത്ര അപ്പൊ കാര്യങ്ങളും ഭംഗിയായില്ലേ മെമ്പറേ? അതെ. പിന്നെന്താ, മാഷ ഇവിടെ ഉള്ള കാര്യങ്ങളെല്ലാം നല്ല ക്ലാസ് ആയിട്ട് നടക്കി. ഇപ്പൊ മാഷ ഞാൻ ഇറങ്ങട്ടെ? ഓ, ഇതൊന്ന് ക്ലിയർ ആക്കി ഞാൻ ഇറങ്ങും. ബാക്കി കാര്യങ്ങളൊക്കെ ഇവരൊക്കെ നോക്കുന്നേ. വളരും. മെമ്പറെ, നിങ്ങളിപ്പോ ബുക്കെല്ലാം വായിക്കലണ്ടാ? ഇപ്പോഴത്തെ തലമുറക്ക് വായന വളരെ കുറവാ, അതിന്റെ കുറവ് നല്ലോണം കാണുന്നുണ്ട്. ആയിക്കോട്ടെ, നിങ്ങളെല്ലാം വായിച്ചോടി, ഒക്കെ വേണ്ട. അപ്പൊ സജി, കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടേ ഉള്ളൂ. നിങ്ങളവിടെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് ഈ നാടൊന്ന് നിർത്തിയെടുക്കണം. തീർച്ചയായിട്ടും മാഷേ, നിങ്ങളുടെ മുന്നിലുണ്ടായ എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഉണ്ടാവും. അതെ മാഷേ, നാടിന്റെ നന്മക്കായി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കഴിയാം. അത് മതി, അത് മതി. അപ്പൊ എനിക്ക് 12 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ ഇറങ്ങട്ടെ. ശരി മാഷേ. നല്ല മാഷില്ലേ? എന്താ മനുഷ്യ, അടുത്ത മീറ്റിംഗ് ചായ വേണം കേട്ടോ. ഇത് പഠിച്ചതിന്റെ വിവരം പോലുമില്ലേ? ഏതോ ഒരുത്തം വന്ന് പറഞ്ഞപ്പോ വീഡിയോ കോൾ ചെയ്ത് എന്തെല്ലാം വാർത്തകളൊക്കെ വരുന്നേ, എന്താണെന്ന് പഠിക്കണ്ടേ? ഷാജിയേട്ടാ, നിങ്ങളൊന്നും മിണ്ടാണ്ട് നിൽക്ക്. ഓമെന്ന് പറഞ്ഞറിയാണ്ട് ചെയ്തു പോയതാ. ഇനി ഇത് മോങ്ങിട്ടെന്താ? അവൻ പറഞ്ഞ പൈസ പുഴക്കരയിലോ കാട്ടിലോ എവിടെയാണെന്ന് വെച്ചാ കൊണ്ടു കൊടുക്ക്. ഇതൊക്കെ നാട്ടിലറിഞ്ഞ എന്താ ചെയ്യാ? മാനവും പോയി മര്യാദ. എന്തല്ലാടാ? ദിവ്യ പോയി ഉള്ളകത്തുണ്ട്, വാ. ഒക്കെ എന്താ സുഖമില്ലാന്നാ? ഇന്ന് മീറ്റിംഗ് കണ്ടില്ല. എന്നാ ദിവ്യേ, എന്നാ പറ്റിയേ? ഇന്ന് മീറ്റിങ്ങിനൊന്നും കണ്ടില്ലല്ലോ. എന്നാ പറ്റിയേ? നീ കരയാണ്ട് കാര്യം പറ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? അവൻ പറഞ്ഞ മുഴുവൻ പൈസ അതിലുണ്ട്. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാതെ കൊണ്ടു കൊടുത്തിട്ട്. അത് കൊടുത്തിട്ട് പിന്നെയും പൈസ ആവശ്യപ്പെട്ടാലോ? ഞാൻ സജിയേട്ടനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്ത് ചെയ്താലും വേണ്ടിയില്ല, നമ്മളല്ലാണ്ട് വേറെ ആരും ഇത് അറിയരുത്. നമുക്കിത് പോലീസിൽ അറിയിച്ചാലോ? അതൊന്നും വേണ്ട, പോലീസിലൊക്കെ അറിയിച്ച നാട്ടുകാർ മൊത്തം അറിയും, പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകില്ല. സജിയെ, അതൊന്നും വേണ്ട. നാട്ടുകാരറിഞ്ഞ അതും ഇതൊക്കെ പറയടോ. അവൻ പറഞ്ഞ പൈസ തീർത്തുണ്ട്, ഇനി അത് കൊണ്ടുപോയി കൊടുത്ത് പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യും.
നിങ്ങൾക്ക് മൂന്നത്തെ മുഖം ഓർമ്മ കേട്ടാ ആ ഹൈറ്റ് കുറഞ്ഞ് താടി വെച്ച് ഇരുന്നുള്ള ഒരാളാ. ഓനെവിടെ ഉണ്ടോന്ന് പറഞ്ഞേ? ഒന്ന് ഉച്ചക്ക് 12 മണിക്ക് ആ പോയക്കരല്ലേ വരും എന്നാ പറഞ്ഞത്. സജിയെ ഇത് അവന്റെ അവസാനത്തെ കളിയായിരിക്കാം. നിങ്ങള് ഓനെയും കാണിച്ചു തന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റ്. നമ്മള് മൂന്നാള് ഏറ്റ് വാ. നാടിനെ വർപ്പിക്കുന്ന കുണ്ടിയാ ചക്കനെ ചാട്ടിട്ട് സ്വന്തം കാലം കൊടിഞ്ഞു വെക്കി. എന്താണ് വാടാ, നല്ല ഒഴിഞ്ഞു കെട്ടിയതാടോ. ഇനി എന്തല്ല പൊട്ട് എങ്ങനല്ല ഉയ്യ അല്ല നമ്മളെ മാഷല്ലേ നിക്കുന്നത്? മാഷ് 12 മണിക്ക് ഒരാളെ കാണാന്ന് പറഞ്ഞിട്ടല്ലേ ലൈബ്രറിയിൽ പോകുന്നത്. ആ മാഷേ, നിങ്ങളിത് എവിടെ? അല്ല മാഷെന്താ ഇവിടെ ഈ സമയത്ത്? ഞാൻ പറഞ്ഞല്ലോ 12 മണിക്ക് മീറ്റ് ചെയ്യണ്ടെന്ന്. ഓഹോ, എന്നിട്ട് ആളെത്തിയാ മാഷെ? എത്തിയിട്ടില്ല, ബട്ട് വരും. വരണല്ലോ. അതാരാ മാഷ അത്? ആരാന്നറിയില്ല, കുറേ സമയം അവിടുന്ന് ഫോട്ടോ എടുക്കും. ഹലോ, ആടെന്നാ പരിപാടി? ഒന്നുമില്ല ഏട്ടാ, ഞാൻ കൊണ്ടുവരാം. എന്താ എന്താ കാര്യം? എന്താ ഇവിടെ എന്താ പരിപാടി? ഇവിടെ എന്താ പരിപാടി? കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട്. അതാ, എന്നാ ഞാളെയും കുറച്ച് ഫോട്ടോസ് ഇങ്ങ് എടുത്തോ. ഓ അതിനിപ്പോ എന്താ, കുറച്ച് ഇങ്ങോട്ട് റെഡിയല്ലേ? എന്നാ നമുക്കൊരു സെൽഫി എടുത്തിട്ട് പോവാ. അല്ല അതൊന്നും വേണ്ട. നിക്കടാ, നമ്മളെ നാട്ടിൽ വന്നിട്ട് ഒരു സെൽഫി എടുക്കാൻ എങ്ങനെയാ? നിക്ക്. ഓക്കെ ഓക്കെ എന്നാ ശരി ഏട്ടാ, ആയിക്കോട്ടെ. അല്ല, നിങ്ങൾ എല്ലാരും എന്താ ഈ സമയത്ത് വിടാ? ഒരാളെ തപ്പി ഇറങ്ങിയ മാഷേ. എന്നാ ശരി, വരട്ടെ. ഓ ശരി. നമ്മള് കേസ് ഏറ്റെടുത്തിരിക്കുന്നു. ഓൻ എങ്ങനെയോ മനസ്സിലായി കേട്ടോ. അതല്ലേ ഓൻ ഈ ഏരിയയിൽ കാലുകുത്താത്ത്. അങ്ങനെ തീർത്ത് പറയാൻ പറ്റൂല. ഇന്നല്ലെങ്കിൽ നാളെ ഓൻ വരും. നമുക്ക് പൈസ വീതിച്ചിങ്ങെടുത്താലോ? ഷാജിനോട് പറയാ, കൊടുത്ത് സെറ്റിലാക്കിക്കും. എങ്ങനെ ഉണ്ടാവും? അടിച്ചിട്ട് തലയാൻ പൊളിക്കും. വണ്ടി കയറാ. പറയണ്ടേ? കണ്ടോ, ഇന്ന് ഏതായാലും അവിടെ ഒന്നുമില്ല. പക്ഷെ വരും. പിന്നോ പൈസ അങ്ങോട്ട് പിന്നെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ നോക്കോ, ഓന് ബൈക്ക് വരില്ല. എല്ലാരും എന്തെന്നാണോ എല്ലാം കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഓരോ സെൽഫിയും എടുത്തേലോ. വാ എന്തെങ്കിലും വേണ്ട, ഇപ്രാവശ്യം വെള്ളെടുക്കണ്ട സെൽഫി. സന്തോഷത്തോടു കൂടി ആയിക്കോട്ടെ. അടുത്തോ ഞാൻ എടുക്കാം. ഇയാളൊന്ന് എണ്ടിയാന്ന് പറഞ്ഞോണ്ട് എന്നെ വിളിച്ചേ. ഈ മുന്നിലേക്ക് നമ്മളെ മാഷല്ലേ? അത് അതിന്റെ പുറകിൽ നിൽക്കുന്ന പച്ച ഷർട്ടിട്ട്. അപ്പൊ നമ്മളെ മാഷു ഇതിൽപ്പെട്ടതാ? ഞാനിപ്പോ വരുമ്പോ
മാഷ് റൂമിൻ്റെ അടുത്തുണ്ടായിരുന്നു. കൂടെ 2-3 പേരുണ്ട്. എന്താ കാര്യം? സ്റ്റീഫൻ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. സർവീസ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇരയെ വേട്ടയാടി പിടിച്ച് കൊന്നു തള്ളുന്ന വേട്ടക്കാരൻ. നമ്മളിത് എത്ര കണ്ടിരിക്കുന്നു. ഇനി നമ്മൾ സൂക്ഷിക്കണം. മംഗലാപുരത്ത് ആ പെണ്ണ് ആത്മഹത്യ ചെയ്ത് അന്നോട്ടെ ഞാൻ പറഞ്ഞതല്ലേ നമ്മുടെ പിന്നിൽ ആരോ ഉണ്ടെന്ന്. ശരിക്കും നമ്മൾ ഇവിടേക്ക് വന്നതല്ല, നമ്മളെ ഇവിടെ വരുത്തിയതാണ് അവൾ. അവളോ? മേൽത്തരം കവിങ്ങിന്തൈകൾ റംബുട്ടാൻ വിൽപ്പനക്കൊണ്ട് ആർക്ക് വേണം, എപ്പോ വേണം, വാങ്ങുന്നു വിൽക്കുന്നു. നമ്മളെ മാഷ്. നോ, ഐ ആം സ്റ്റീഫൻ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. ഇതെന്റെ ടീം. ഇനി നിങ്ങൾക്ക് പോവാം. സജി, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഇവരെ നമുക്കിടയിലേക്ക് എത്തിച്ച അതിസമർത്ഥനായ ഒരു വേട്ടക്കാരൻ നമുക്കിടയിൽ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. എ റിയൽ ഹണ്ടർ.